ഇപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലോസ് ഓഫ് മോഷൻ അല്ലെ. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ചലനത്തിന്റെ നിയമങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് ചലനത്തിന്റെ നിയമങ്ങൾ? അപ്പൊ അതിനാദ്യം നമുക്ക് പഠിക്കാനുള്ളത് തീർച്ചയായിട്ടും എന്താണ്? ലോസ് ആണ്, നിയമങ്ങളാണ് ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ലോ ഓഫ് ഇനേഷ്യ, ഇനേഷ്യയുടെ നിയമം എന്നുള്ള കാര്യമാണ്. അതിൽ പറയുന്നത് നമ്മള് ഒരു ബോഡിനെ റെസ്റ്റിൽ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബോഡി യൂണിഫോം മോഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ മേലെ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ തുടരും, അത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും. നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയില്ല. റെസ്റ്റിന്റെ കാര്യം നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകാൻ കഴിയും. റെസ്റ്റിൽ ആണെങ്കിൽ ആ ബോഡി റെസ്റ്റിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാൽ മതി. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിൽ തന്നെ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞ കാര്യം നമുക്കൊരു സംശയം ഉണ്ടാകുന്നത്, അത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഇല്ലെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള ഒരു ബോഡി, അതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. യൂണിഫോം മോഷൻ പോകുന്ന ഒരു ബോഡീന്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് യൂണിഫോം മോഷനിൽ തന്നെ പോകും. ജനറലി നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാറില്ല. ഏതൊരു ബോഡിയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി മാറിയിട്ട് എന്താവും, കോൺസ്റ്റന്റ് വെലോസിറ്റി മാറിയിട്ട് ബോഡി വന്ന് നിൽക്കും, റെസ്റ്റിലേക്ക് വരും. പക്ഷെ അവിടെ നിൽക്കാൻ ഈ ലോ ഓഫ് ഇനേഷ്യൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നത് ഫ്രിക്ഷൻ സീറോ ആവും, ഫ്രിക്ഷൻ സീറോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അല്ലെ. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്ന ബോഡി കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെ ആയിരിക്കും. ഫ്രിക്ഷൻ എന്ന ഫോഴ്സ് ഉണ്ടായത് കൊണ്ടാണ് അത് കോൺസ്റ്റന്റ് വെലോസിറ്റി, ജനറലി ഫ്രിക്ഷൻ എന്ന ഫോഴ്സ് ഉണ്ടായത് കൊണ്ടാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള ബോഡി റെസ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് ലോ ഓഫ് ഇനേഷ്യ. അപ്പൊ ഈ ലോ ഓഫ് ഇനേഷ്യയില് നമ്മൾ മൂന്ന് തരം ഇനേഷ്യ ഉണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷൻ എന്നുള്ള കാര്യം, യൂണിഫോം മോഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അഥവാ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും. യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ തുടരും. അതാണ് അറിയേണ്ടതായിട്ടുള്ളത്. പിന്നെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഈ ലോ ഓഫ് ഇനേഷ്യയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതിൽ പറയുന്നത് സെയിം സംഭവം തന്നെ. അത് നമ്മൾ പറയുന്ന ഫോഴ്സ് എഫ് സീറോ ആണെങ്കിൽ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നു, വെക്ടർ എഫ് വണ്ണും വെക്ടർ എഫ് ടുവും. അതിന്റെ സമ്മിനെയാണ് നമ്മൾ എഫ് നെറ്റ് എന്ന് പറയുന്നത്. അഥവാ അപ്ലൈ ചെയ്ത എല്ലാ ഫോഴ്സുകളുടെയും സമ്മാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് ഇനേഷ്യ തന്നെയാണ് ഇവിടെയും വരുന്നത്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ഒന്നുകിൽ ബോഡി റെസ്റ്റിലായിരിക്കും, റെസ്റ്റിലാണെങ്കിൽ ബോഡി റെസ്റ്റിൽ തന്നെ തുടരും, യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ തുടരും. പിന്നെ പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറയുന്ന കാര്യമാണ്. എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അപ്പൊ പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ പി ഈക്വൽ ടു എം വി ആണ്, മാസ് ടൈംസ് വെലോസിറ്റി ആണ്. അപ്പൊ ആ സംഭവം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാം? എഫ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് മാസ് ടൈം വെലോസിറ്റി. ഇതിൽ മാസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വെച്ചു. മാസ് മൾട്ടിപ്ലൈഡ് ബൈ ഡി വി ബൈ ഡി ടി എന്നാവും. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് എഫ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ നമുക്ക് ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരം നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ് അല്ലെ. ന്യൂട്ടന്റെ തേർഡ് ലോ അതിൽ പറഞ്ഞ ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ട്. ഇതിൽ ആക്ഷനും റിയാക്ഷനും എന്ന് പറയുന്നത് ഫോഴ്സുകളാണ് ഇതിൽ ആക്ഷനും റിയാക്ഷനും എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ബ്ലോക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബ്ലോക്കിന് ഒരു വെയിറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ബ്ലോക്കിന് ഒരു വെയിറ്റ് താഴോട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് താഴോട്ട് വീഴാത്തതിന്റെ കാരണം എന്താണ്? ഈ ടേബിൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ടേബിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഫോഴ്സും ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ബോഡി താഴോട്ട് വീഴാത്തത്. ഇനി ഞാൻ പറയുകയാണ്, ഇവിടെ മേലോട്ട് പോകുന്ന ഫോഴ്സ് ഈ താഴോട്ട് പോകുന്ന ഫോഴ്സിനെക്കാട്ടും വളരെ മുകളിലാണെങ്കിൽ ഈ ബ്ലോക്ക് മുകളിലോട്ട് തെറിച്ചു പോവായിരുന്നു അല്ലെ. അപ്പം എപ്പോഴും നമ്മുടെ മുകളിലോട്ടുള്ള ഫോഴ്സും താഴോട്ടുള്ള ഫോഴ്സും ഈക്വലുമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ രണ്ട് ബോഡി കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. രണ്ട് ബോഡി കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ന്യൂട്ടന്റെ തേർഡ് ലോ വരുന്നത്. പിന്നെ ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ഈ മൂന്ന് ലോകളിൽ നിന്നും മനസ്സിലായ പല കാര്യങ്ങളും ആണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത്.
അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ഇമ്പൾസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. ഇമ്പൾസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്കറിയാം, ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരം എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? എഫ് ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ എഫ് ഡി ടി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡി പി. ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. കാരണം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇക്വിലിബ്രിയം. ന്യൂട്ടന്റെ ലോസിൽ നിന്ന് നമുക്ക് മനസ്സിലായ വേറൊരു കാര്യമാണ് ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആവുക. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എപ്പോഴാണ് സീറോ ആവാം? ന്യൂട്ടന്റെ ഒന്നാം നിയമപ്രകാരം നമുക്കറിയാം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആവുന്നത് ഒന്നെങ്കിൽ റെസ്റ്റില് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. അപ്പൊ ഇക്വിലിബ്രിയം എപ്പോഴും റെസ്റ്റില് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും ഇക്വിലിബ്രിയം ഉണ്ടാവുക. അപ്പൊ റെസ്റ്റില് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നത്. രണ്ട് ഫോഴ്സ് ഉണ്ട്, വെക്ടർ F1 വെക്ടർ F2. അപ്പൊ അത് ഇക്വിലിബ്രിയത്തിൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെന്നാണ്. ആ രണ്ട് ഫോഴ്സ്, അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ നമ്മൾ പറയും വെക്ടർ F1 പ്ലസ് വെക്ടർ F2. അതിനാണല്ലോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെക്ടർ F1 പ്ലസ് വെക്ടർ F2 എന്തെന്ന് പറയും? സീറോ എന്ന് പറയും. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെക്ടർ F1 ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ F2. അതാ വെക്ടർ F1 വെക്ടർ F2 ഈക്വലും ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്, അല്ലെ? അപ്പൊ നമ്മൾ അത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മൾ വരയ്ക്കുക? നമ്മളിങ്ങനെ വരയ്ക്കും അല്ലെ? വെക്ടർ F1 ഇങ്ങോട്ടും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് നമ്മൾ വെക്ടർ F2 വരയ്ക്കും. കാരണം വെക്ടർ F1 ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ F2 ആണ്. അതേപോലെ മൂന്ന് വെക്ടേഴ്സ് ഉണ്ടെങ്കിലോ, മൂന്ന് ഫോഴ്സസ് വെക്ടർ F1 വെക്ടർ F2 വെക്ടർ F3 മൂന്ന് ഫോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അപ്പോഴും നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണ് ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ പറയും വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 ഈസ് ഈക്വൽ ടു സീറോ. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? വെക്ടർ F3 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വെക്ടർ F1 പ്ലസ് വെക്ടർ F2. അപ്പൊ വെക്ടർ F3ന്റെ ഡയറക്ഷന് വെക്ടർ F1ന്റെയും വെക്ടർ F2ന്റെയും ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയി. ഇതിന് രണ്ടിന്റെ സമ്മായ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വെക്ടർ F3യുടെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വെക്ടർ F1 മുകളിലോട്ട് വെക്ടർ F2, അതിന് രണ്ടിന്റെയും സമ്മ് നമ്മൾ പാരലലോഗ്രാം ലോ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുകയാണ്. ഇതാണ് വെക്ടർ F1 പ്ലസ് വെക്ടർ F2. അപ്പോൾ വെക്ടർ F3 എങ്ങോട്ടാ ഉണ്ടാവാം? ഇതിന് ഈക്വൽ ആയിട്ട് ഇതേ ലെങ്തിലെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ട് സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് വെക്ടർ F3 വരാം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, മൂന്ന് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ കോമ്പണൻസിന്റെ ഫോഴ്സസും നമ്മൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ സീറോ ആയിരിക്കും. ഇപ്പോൾ വെക്ടർ F1 വെക്ടർ F2 പ്ലസ് വെക്ടർ F3 സീറോ ആണെങ്കിൽ നമ്മൾ പറയും F1 പ്ലസ് F1x പ്ലസ് F2x പ്ലസ് F3x സീറോ ആയിരിക്കും. F1y പ്ലസ് F2y പ്ലസ് F3y സീറോ ആയിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലായ കാര്യം, ന്യൂട്ടന്റെ നിയമങ്ങളിൽ നിന്ന് മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ആ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട് ഞാൻ യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് എഫ് ഈസിക്കൽ ഡി പി ബൈ ഡി ടി എന്ന കാര്യം നമുക്ക് ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരം അറിയാം. അപ്പൊ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തില് നമ്മൾ പറയുന്നത് ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ മാത്രമാണ് മൊമെന്റം കൺസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മൊമെന്റം കൺസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൺസർവേഷൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ മൊമെന്റം ചോർന്നു പോയിട്ടില്ല. അപ്പൊ ഇവിടെ ഫോഴ്സ് സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഡി പി ബൈ ഡി ടി സീറോ ആണെന്ന് പറയാൻ കഴിയും. ഡി പി ബൈ ഡി ടി സീറോ ആവില്ല എപ്പോഴാണ്? ഇവിടെ ന്യൂമറേറ്ററിലുള്ള അഥവാ മുകളിലുള്ള ആള് സീറോ ആകുമ്പോഴേ. കാരണം സീറോ ബൈ ഡി ടിയെ സീറോ ആവുള്ളൂ. അതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെന്റമായ ഡി പി സീറോ ആയിരിക്കണം. ചേഞ്ച് ഇൻ മൊമെന്റം സീറോ ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പി ഇനീഷ്യല് പി ഫൈനൽ ഈക്വൽ ആയിരിക്കണം, അല്ലെ? പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ ആണ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് പി ഇനീഷ്യൽ എന്നതിന് പി ഫൈനൽ ഈക്വൽ ആയിരിക്കണം, അഥവാ ഇനീഷ്യൽ മൊമെന്റം ഫൈനൽ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കണം. അപ്പം നമ്മൾ പറയും ചേഞ്ച് ഇൻ മൊമെന്റം സീറോ ആണ്, മൊമെന്റം ഈസ് കോൺസ്റ്റന്റ് ഓർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. മൊമെന്റം ചോർന്നു പോയിട്ടില്ല. ഇനീഷ്യലി എത്ര മൊമെന്റം ഉണ്ടോ അത്ര തന്നെയാണ് ഫൈനലിയും ഉള്ളത്. അപ്പൊ ഇതിന്റെ രണ്ട് എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഗൺ ആൻഡ് ബുള്ളറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഗണ്ണും ബുള്ളറ്റും തമ്മിൽ നമ്മളൊരു ഗണ്ണില് ഇവിടെ ഉണ്ട്, ആ ഗണ്ണിന്റെ ഉള്ളിൽ ബുള്ളറ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ഫയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് റെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൂവ്മെന്റ് എത്രയാണെന്ന് നമ്മൾ പറയും? രണ്ട് ബോഡിയും റെസ്റ്റിലാണ്, അതുകൊണ്ട് രണ്ടിന്റെയും വെലോസിറ്റി സീറോ ആണ്. ഗണ്ണിന്റെ വെലോസിറ്റിയും സീറോ ആണ്, ബുള്ളറ്റിന്റെ വെലോസിറ്റിയും സീറോ ആണ്.
അതുകൊണ്ട് ഇവിടെ പി ഇനീഷ്യൽ 0 ആണ്. അപ്പൊ പി ഫൈനൽ നമ്മൾ നോക്കുകയാണെങ്കിലോ പി ഫൈനൽ നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് നേരെ മുമ്പോട്ടും ഈ ഗണ്ണ് ബാക്കോട്ടും പോകും. ആ ബാക്കോട്ട് പോകുന്ന സ്പീഡിനെ നമ്മൾ റീകോയിൽ സ്പീഡ് എന്ന് പറയും. മുമ്പോട്ട് പോകുന്ന ബുള്ളറ്റിന്റെ സ്പീഡിനെ നമ്മൾ മസിൽ സ്പീഡ് എന്നും പറയും. എന്തായാലും നമുക്കിവിടെ പി ഫൈനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗണ്ണിന്റെ മാസ് എമ്മും ഗണ്ണ് പോയ വെലോസിറ്റി വിയും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി ഫൈനൽ ക്യാപിറ്റൽ എം വി പ്ലസ് സ്മോൾ എം ഇൻറ്റു വി എന്ന് പറയാൻ കഴിയും. അപ്പൊ കൺസർവേഷന്റെ മൊമെന്റം പ്രകാരം ഈ പി ഇനീഷ്യൽ പി ഫൈനലിൽ ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ക്യാപിറ്റൽ എം വി പ്ലസ് എം വി എന്തായിരിക്കണം? ക്യാപിറ്റൽ എം വി പ്ലസ് എം വി 0 ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഈ വെലോസിറ്റി കാണും, ഗണ്ണിന്റെ വെലോസിറ്റി കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ എന്ന് പറയുന്നത്. റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ നമ്മൾ സ്പീഡാണ് കണ്ടത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് കൊളീഷൻ. ഇവിടെ രണ്ട് ബോഡി ഉണ്ടായിരുന്നു. ഒരു ബോഡിന്റെ മാസ് എം എ, വേറൊരു ബോഡിന്റെ മാസ് എം ബി. ഇത് പോകുന്ന വെലോസിറ്റി വി എ, ഇത് പോകുന്ന വെലോസിറ്റി വി ബി. അത് വന്ന് രണ്ടും കൂട്ടിയിടിച്ചപ്പോൾ നമുക്ക് എന്താ കൂട്ടിയിടിക്കുന്ന കോണ്ടാക്റ്റിൽ വന്നു. കോണ്ടാക്റ്റിൽ വരാണെങ്കിൽ ന്യൂട്ടന്റെ തേർഡിലോ ഉണ്ടാവും. അപ്പോൾ ന്യൂട്ടന്റെ തേർഡിലോ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് രണ്ട് കൂട്ടി കഴിഞ്ഞാൽ 0 ആണ്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം മൊമെന്റം കൺസേർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പി ഇനീഷ്യൽ പി ഫൈനൽ ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പി ഇനീഷ്യൽ ആയിട്ടുള്ളത് എം എ വി എ പ്ലസ് എം ബി വി ബി ആണ്. രണ്ടിന്റെയും ഈ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടിന്റെയും സമ്മിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറഞ്ഞ ബോർഡിന്റെ മൊമെന്റം എം എ വി എയും പ്ലസ് എം ബി വി ബി ആണ് ബി എന്ന് പറയുന്നതിന്റെ ബോർഡിന്റെ മൊമെന്റം. അപ്പൊ ടോട്ടൽ സിസ്റ്റത്തിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എം എ വി എ പ്ലസ് എം ബി വി ബി ആണ്. അതേപോലെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അപ്പം അങ്ങനെ പറഞ്ഞു. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അല്ലെ? നമ്മളൊരു ബോഡി മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി നിൽക്കും. ആ നിൽക്കാനുള്ള കാരണത്തിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രിക്ഷൻ, അതാണ് ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ അല്ലെ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, നമ്മളൊരു ബോഡി ന്യൂട്ടന്റെ തേർഡിലോ പറയുന്ന സമയത്ത് പറഞ്ഞു ഈ വെയിറ്റ് താഴോട്ട് ഇതാക്കാൻ കാരണം മുകളിലോട്ട് അതേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മേലോട്ട് പോകുന്നതിന് നോർമൽ റിയാക്ഷൻ എന്നും താഴോട്ട് പോകുന്നതിന് വെയിറ്റ് എന്ന് വിളിക്കും. മേലോട്ട് പോകുന്നതിന് നോർമൽ റിയാക്ഷൻ എന്നും താഴോട്ട് പോകുന്നതിന് വെയിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വെയിറ്റ് എന്താണ്? ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഫീറ്റ് എന്നാണ് ഫോഴ്സ് ഇൻറ്റു ആക്സിലറേഷൻ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വെയിറ്റിന്റെ എർത്ത് അട്രാക്ഷൻ എത്രയാണ്? എം ജി ആണ്. അതുകൊണ്ട് വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? എം ജി ആണ്. അപ്പൊ നോർമൽ റിയാക്ഷൻ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നോർമൽ റിയാക്ഷൻ എത്രയായിരിക്കും? എന്നും എം ജി ആയിരിക്കും. ഇങ്ങനെ ഒരു ടേബിളിന് മുകളിൽ ഒരു ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ നോർമൽ റിയാക്ഷൻ എം ജി ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വെയിറ്റ് എപ്പോഴും നേരെ താഴോട്ടാണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന കാര്യം, നമ്മൾ പറയുന്ന ഈ നോർമൽ റിയാക്ഷൻ, എന്തുകൊണ്ടാണ് ഇതിനെ നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം? നോർമൽ എന്ന് പറഞ്ഞ വാക്ക് പെർപെൻഡിക്കുലർ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന കാര്യമാണ്. നോർമൽ എന്ന് പറയുന്ന വാക്ക് പെർപെൻഡിക്കുലർ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. അഥവാ ഇവിടെ ഈ കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ റിയാക്ഷൻ എപ്പോഴും ഉണ്ടാവുക. ഇനി നേരെ മറിച്ച് ഞാനിപ്പോ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ ഇൻക്ലൈൻഡ് പ്ലെയിൻ വരച്ചു. ആ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മേലെ ഒരു ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ വെയിറ്റ് എപ്പോഴും ഇങ്ങോട്ട് ഉണ്ടാവും, നേരെ താഴോട്ടുണ്ടാവും. പക്ഷെ നോർമൽ റിയാക്ഷൻ എങ്ങോട്ടൊക്കെ ആയിരിക്കും? കോണ്ടാക്ട് സർഫസ്, ഇതാണ് കോണ്ടാക്ട് സർഫസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇവിടെ ഉണ്ടല്ലേ ഇത് പെർപെൻഡിക്കുലർ, കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. അതും നമ്മൾ പറഞ്ഞു. ഇനി രണ്ട് തരം ഫ്രിക്ഷൻ ഉണ്ട്. ഒന്നാമത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്, രണ്ടാമത് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന കാര്യം ഒരു ഇംപെൻഡിങ് മോഷനെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ഇംപെൻഡിങ് മോഷൻ. എന്താണ് ഇംപെൻഡിങ് മോഷൻ? ഇംപെൻഡിങ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യും. അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇംപെൻഡിങ് മോഷൻ എന്ന് പറയാം. അപ്പം ആ ഇംപെൻഡിങ് മോഷനെ തടയുന്ന ഫ്രിക്ഷനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്യുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്തതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യും. അങ്ങനെയുള്ള ഇംപെൻഡിങ് മോഷനെ തടയുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ Fs ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു µs n ആണ്. ഇതിൽ µs, ഈ മ്യൂവിനെ, ഈ സ്പെല്ലിംഗ്, ഈ സംഭവത്തിന് വായിക്കല് mu എന്ന് പറയുന്നത് ഇത് ഗ്രീക്ക് ലെറ്റർ ആണ്. എന്നിരുന്നാലും Fs ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു µs n ആണ്.
അപ്പം എഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് എൻ ആണെങ്കിൽ എഫ് എസ് മാക്സിമം എത്രയാണ് മ്യൂസ് എൻ ആണ്. ഈ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എക്സ്പെരിമെന്റ് വഴി കിട്ടുന്നതാണ്, അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. എഫ് കെ നമ്മൾ പറയും കൈനറ്റിക് ഫ്രിക്ഷൻ. എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ എൻ ആണ്. എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ എൻ ആണ്. എഫ് കെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു അല്ല, എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ എൻ ആണ്. പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ മ്യൂ എസ് എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. മ്യൂ കെ എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ അത് ഓരോരോ കോണ്ടാക്ട് സർഫസ് അനുസരിച്ചിരിക്കും ആ മ്യൂ എസിന്റെയും മ്യൂ കെന്റെയും വാല്യൂസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ്, ഒരു ബോഡി ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണ്? 0 ആണ് വരിക. ഇനി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവിടെ ഇങ്ങോട്ടേക്ക് എഫ് എസ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവും. അതിന്റെ വാല്യൂ എത്ര ഉണ്ടാവാം? ലെസ് ദാൻ മ്യൂ എസ് എൻ എന്നുള്ള വാല്യൂ ആയിരിക്കും വരാം. ഇനി നമ്മൾ ഫോഴ്സ് പിന്നെയും കൂട്ടി, ഫോഴ്സിന്റെ വാല്യൂ കൂട്ടിയപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ വളരെയധികം വലുതായി. നമ്മൾ എന്തായി? മ്യൂ എസ് എൻ. അപ്പൊ ഇപ്പോഴൊക്കെ എന്താണ്? ബോഡി റെസ്റ്റിലാണ്. പിന്നെയും നമ്മൾ ഫോഴ്സ് കൂട്ടി കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യും. അപ്പം ആ സമയത്ത് ഏത് ഫ്രിക്ഷൻ ഉണ്ടാവാം? കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞു? എഫ് എസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു മ്യൂ എസ് എൻ ആണ്. എഫ് കെ എന്ന് പറഞ്ഞത് ഈസ് ഈക്വൽ ടു മ്യൂ കെ എൻ ആണ്. നമ്മൾ പറയും എഫ് എസ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ കൂടും. പിന്നെ അതിനൊരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി മൂവ് ചെയ്ത് തുടങ്ങും. ആ ബോഡി മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആക്ട് ചെയ്യുന്നത് എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്ന കാര്യം നോക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ഇവിടെ വെച്ച് പറയാം, നമുക്കറിയാം ഇവിടെ നോർമൽ റിയാക്ഷൻ ഇവിടെ ഉണ്ട്. നോർമൽ റിയാക്ഷൻ നേരെ മുകളിലോട്ടുണ്ട്. വെയിറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു വെയിറ്റിന്റെ ഇക്വേഷൻ എം ജി ആണ്. ഇവിടെയുള്ള ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം, ഇവിടെ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഈ വെയിറ്റ് എം ജി നമ്മൾ കോമ്പണൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊരു കോമ്പണന്റ് ഉണ്ടാവും, പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ടൊരു കോമ്പണന്റ് ഉണ്ടാവും വെയിറ്റ് എം ജിനെ കോമ്പണന്റ് എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഇവിടെ 90 മൈനസ് തീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇവിടെ തീറ്റയാണെന്ന് പറയാൻ കഴിയും. കാരണം ഇതെന്താണ്? ഒരു 90 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു ആംഗിൾ ആണ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇത് തീറ്റയാണ്, ഇത് 90 മൈനസ് തീറ്റ ആണ്. ഇത് എന്തുകൊണ്ടാണ് 90 മൈനസ് തീറ്റ ആയത്? നമ്മൾ പറയും ഈ ആംഗിൾ എക്സ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് തീറ്റ പ്ലസ് 90 ഡിഗ്രി 180 ഡിഗ്രി ആണെന്ന് പറയാം. കാരണം ഇത് ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ തീറ്റ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് വരിക. അപ്പം ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ആംഗിളുടെ സം 180 ഡിഗ്രിയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് എത്രയാണെന്ന് കണ്ടെത്താൻ കഴിയും? 90 മൈനസ് തീറ്റ ആണെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണ് ഇത് എക്സ് 90 മൈനസ് തീറ്റ ആയത്. അതിനുശേഷം ഇതെങ്ങനെയാണ് തീറ്റയാണെന്ന് കണ്ടെത്തിയത്? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് എത്രയാണ്? 90 മൈനസ് തീറ്റയാണ്. അപ്പൊ നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ നമുക്ക് ഇതൊരു ആംഗിൾ വൈ ആണെങ്കിൽ നമുക്ക് പറയാം 90 മൈനസ് തീറ്റ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും സിമ്പിൾ ആയിട്ട് തീറ്റ ഈസ് ഈക്വൽ ടു വൈ അല്ലെ? തീറ്റ ഈസ് ഈക്വൽ ടു വൈ. അങ്ങനെയാണ് ഇത് തീറ്റ ആയത്. അപ്പൊ നമ്മൾ മോഷനെ പ്ലെയിൻ പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിരുന്നു, തീറ്റ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ എന്ത് വരിക്കാം? എം ജി കോസ് തീറ്റ വരിക്കാം. ഇവിടെ എന്ത് വരും? എം ജി കോസ് തീറ്റ. ഇങ്ങോട്ട് എന്ത് വരും? എം ജി സൈൻ തീറ്റ. അഥവാ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എം ജി എന്ന് പറഞ്ഞ വെയിറ്റിന്റെ ഈ കോമ്പണന്റ് എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞ കോമ്പണന്റ് ആണ് അതിനെ പിടിച്ച് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിന്ന് താഴോട്ട് വലിക്കുന്നത്. അപ്പൊ എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ട് വലിക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവും? ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ബോഡി അതിന് റെസ്റ്റിലായിരുന്നു, ഈ ആംഗിൾ കൂട്ടി വരികയാണ്. അപ്പൊ നമ്മൾ പറയും ഈ ബോഡി റെസ്റ്റിലായിരുന്നു, അപ്പൊ ഇവിടെ എന്തുണ്ടാവും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും, എഫ് എസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇവിടെ കാണുന്ന ഡയഗ്രാം വരച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയും? ഇവിടെ നോർമൽ റിയാക്ഷൻ മുകളിലോട്ടുള്ളത്, എം ജി കോസ് തീറ്റ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മൾ പറയും നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ എന്ന് പറയും. അതേപോലെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ എന്ത് പറയും? എഫ് എസ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് എന്താ സംഭവിക്കാം? എം ജിയും കട്ട് ചെയ്ത് പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആവും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എസ് ബൈ എൻ ആവും. അതിന് നമുക്ക് എന്ത് കിട്ടും? എഫ് എസ് ഈസ് ഈക്വൽ ടു എൻ ടാൻ തീറ്റ എന്ന് പറയുന്ന ഭാഗം. എഫ് എസ് ഈസ് ഈക്വൽ ടു എൻ ടാൻ തീറ്റ. അപ്പൊ നമ്മൾ പറയുന്നത് ഇഫ് വി ഇൻക്രീസ് ദ തീറ്റ അറ്റ് സം ആംഗിൾ ബ്ലോക്ക് ബിഗിൻസ് ടു സ്ലൈഡ്.
നമ്മൾ തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അഥവാ ഇവിടെയുള്ള ഇൻക്ലിനേഷൻ തീറ്റ നമ്മൾ പിന്നെയും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നേരെ മേലോട്ട് കൂടും അല്ലെ. അപ്പൊ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഈ ബ്ലോക്ക് സ്ലൈഡ് ചെയ്യും. Fs will be maximum at that time. അപ്പൊ സ്ലൈഡ് ചെയ്യുന്ന സമയത്തായിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ മാക്സിമം ആവുക അല്ലെ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ ആദ്യം 0 ആയിരിക്കും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നെ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ വരും. അപ്പൊ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഏറ്റവും മാക്സിമം വാല്യൂ വരെ എപ്പോഴാണ്? അത് സ്ലൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ വരും. അപ്പൊ നമ്മൾ പറയും എഫ് മാക്സിമം വാല്യൂ എത്രയായിരിക്കും? എൻ ടാൻ തീറ്റ മാക്സിമം. തീറ്റ മാക്സിമം ആകുമ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം ആവുക. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ മ്യൂഎസ് എൻ അല്ലെങ്കിൽ എൻ മ്യൂഎസ് ആണ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയും മ്യൂഎസ് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻ തീറ്റ മാക്സിമം ആണ് എപ്പോഴും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണ്? ടാൻ തീറ്റ മാക്സിമം ആണ്. ഇനി നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലാർ മോഷനാണ്. അപ്പൊ മോഷനെ പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഭാഗം. ആ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എത്രയാണ് നമ്മൾ പഠിച്ചു? v²/r ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, F=ma. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്തായിരിക്കും? MAC ആയിരിക്കും. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r ആയിരിക്കും. അപ്പൊ വെക്ടർ AC എന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ട് സർക്കുലർ മോഷൻ നേരെ ഉള്ളിലോട്ടാണെങ്കിൽ അതിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, സെന്ററിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഈ കാറിന്റെ ഫ്രിക്ഷൻ ആണ്, കാറിന്റെ ടയറിന്റെ ഫ്രിക്ഷൻ ആണ് അല്ലെ. ഈ ഒരു ലെവൽഡ് റോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ റോഡ് ഒരു സർക്കുലർ മോഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ കാറിന്റെ ഈ ടയറും റോഡും തമ്മിൽ ഉള്ള ഫ്രിക്ഷൻ ആണ് നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷൻ എന്ത് ഫ്രിക്ഷൻ ആണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കാരണം എന്താണ്? ഇവിടെ ഒരു ഇംപെൻഡിങ് മോഷൻ ഉണ്ട് അല്ലെ. ഈ സർക്കിളിൽ നിന്ന് മാറിയിട്ട് വേറെ രീതിയിലേക്ക്, വേറെ പാത്തിൽ കൂടെ സഞ്ചരിക്കാൻ ഈ കാറിന് താല്പര്യമുണ്ട്. ആ മോഷനെ തടയുന്നത് അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും എങ്ങനെ തടയാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും ഇംപെൻഡിങ് മോഷനെയാണ് ഒപ്പോസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇങ്ങോട്ട് ഇല്ലെങ്കിൽ ഈ ബോഡി എങ്ങോട്ട് പോകും? നേരെ ഇങ്ങോട്ട് പോകില്ലേ. കാരണം സർക്കുലർ മോഷൻ ഉണ്ടായതുകൊണ്ട് ഈ സർക്കുലർ പാത്ത് വിട്ടിട്ട് പോകും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത് സർക്കുലർ മോഷനിലാവുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു കാർ ഇവിടെ ഉണ്ടെങ്കിൽ ആ കാറിന് നേരെ മേലോട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, നേരെ താഴോട്ട് വെയിറ്റ് ഉണ്ടാവും വെയിറ്റ് mg താഴോട്ടും, നോർമൽ റിയാക്ഷൻ മുകളിലോട്ടും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം എന്ന് പറയുന്നത് എപ്പോഴാണ് മാക്സിമം ആവാം? സെൻട്രിപിറ്റൽ ഫോഴ്സ് മാക്സിമം ആവുകയാണ്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് മാക്സിമം വാല്യൂ എത്രയാണ്? mv² മാക്സിമം / r ആണ്. r കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നത് വെലോസിറ്റി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പറയും v² മാക്സിമം mv² മാക്സിമം / r ആണ്. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാക്സിമം എന്ന് പറയുന്നത് മ്യൂഎസ് ആണ് അല്ലെ. Fs <= മ്യൂഎസ് ആണെങ്കിൽ Fsന്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? മ്യൂഎസ് n ആയിരിക്കും. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? n നേരെ മുകളിലോട്ട്, വെയിറ്റ് നേരെ താഴോട്ട്. അപ്പൊ n mg ആണ്. അപ്പൊ mv² മാക്സിമം / r മ്യൂഎസ് mg എന്ന് നമുക്ക് കിട്ടും. ഇതിൽ m കട്ട് ചെയ്യാം, എന്നിട്ട് r വലത്തോട് എടുക്കാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? v √μs rg എന്ന് കിട്ടും. v √μs rg എന്ന് കിട്ടും. അപ്പൊ ഈ Vmax എന്ന് പറഞ്ഞത് എന്താണ്? മാക്സിമം സ്പീഡ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഫ്രം സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ നിന്ന് സ്ലിപ്പ് ചെയ്യാതെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡാണ് ഈ Vmax എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ബാങ്ക്ഡ് റോഡാണ്. അപ്പൊ നേരത്തെ പഠിച്ചത് ലെവൽഡ് റോഡാണ്, ലെവലായിട്ടുള്ള റോഡാണ്, അഥവാ ഒരു ആംഗിൾ ഇല്ലാത്ത റോഡ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാ പോകുന്ന വണ്ടി? ഒരു റോഡ് വളഞ്ഞൊരു റോഡാണ്. ഓക്കെ, ആ ഹോറിസോണ്ടലുമായിട്ടൊരു ആംഗിൾ ഉണ്ടാക്കുന്ന റോഡാണ്. അപ്പൊ ആ റോഡിൽ കൂടെ ഒരു കാറ് പോകുന്നുണ്ട്. ആ കാറ് പോകുന്ന സമയത്ത് നേരെ നമുക്കറിയാം നോർമൽ റിയാക്ഷൻ നേരെ മുകളിലോട്ടുണ്ട്. ഞാൻ നേരത്തെ വരച്ച വേറെ രീതിയിൽ വരയ്ക്കുകയാണ്. നമുക്കറിയാം ഇതാണ് നമ്മുടെ കാര്യം അല്ലെ. ഇവിടെയാണ് കാറുള്ളത്. നോർമൽ റിയാക്ഷൻ നേരെ മുകളിലോട്ടുണ്ട്, വെയിറ്റ് mg നേരെ താഴോട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ 90 - θ ആയിരുന്നു. ഇവിടെ എന്താ ഉണ്ടാവാം? mg cos θ ഉണ്ടാവുന്നത്. mg cos θ ആണ്, ഈ ആംഗിൾ θ ആണ്. ഇവിടെ ഉണ്ടാവുന്ന ആരാണ്? ഇവിടെ ഉണ്ടാവുന്നത് mg sin θ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്
ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡയറക്ഷൻ എങ്ങോട്ട് ഉണ്ടാവാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡയറക്ഷൻ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഉണ്ടാവുക അല്ലെ. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. പക്ഷെ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണല്ലേ. നമ്മൾ കാർ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈ റോഡിനെ നേരെ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പൊ എഫ് എസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ എഫ് എസ് ഇങ്ങോട്ടേക്കാണ്. ഇവിടെയുള്ള ആംഗിൾ 90 മൈനസ് തീറ്റയാണ്. അപ്പൊ ഈ ആംഗിൾ ഇത്രയാണ്, തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോമ്പണന്റ് എന്താണ്? എഫ് എസ് കോസ് തീറ്റയാണ്. എഫ് എസ് കോസ് തീറ്റയാണ്. അതേപോലെ ഇവിടെ എന്തുണ്ടാവും? എഫ് എസ് സൈൻ തീറ്റയാണ്. ഇവിടെ 8 mg പുറമെ വേറൊരു ഫോഴ്സ് ഉണ്ടാവും, അതായത് എഫ് എസ് സൈൻ തീറ്റ. എഫ് എസിന്റെ കോമ്പണന്റ് എഫ് എസ് സൈൻ തീറ്റ. പിന്നെ നമുക്കറിയാം നോർമൽ റിയാക്ഷൻ ഇവിടെ ഉണ്ട്. ഇത് തീറ്റയാണ്. എം ജി സൈൻ തീറ്റയും നോർമൽ റിയാക്ഷൻ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഇത് എത്രയാണ്? 90 മൈനസ് തീറ്റയാണ്. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? തീറ്റയായിരിക്കും. ഇവിടെയുള്ള ആംഗിൾ തീറ്റയായിരിക്കും. അപ്പൊ നോർമൽ റിയാക്ഷൻ നമ്മൾ കോമ്പണൻസ് എടുക്കുമ്പോൾ ഇവിടെ എൻ കോസ് തീറ്റ കിട്ടും. പിന്നെ ഇവിടെ കോമ്പണന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ഇവിടെ കിട്ടും? ഇവിടെ എൻ സൈൻ തീറ്റയും കിട്ടും. അപ്പൊ എൻ സൈൻ തീറ്റ എഫ് എസ് കോസ് തീറ്റ ഇങ്ങോട്ടും, എൻ കോസ് തീറ്റ മുകളിലോട്ടും, എഫ് സൈൻ തീറ്റ എം ജി താഴോട്ടും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലെ. നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴോ എൻ കോസ് തീറ്റ മുകളിലോട്ടാണ്, എൻ കോസ് തീറ്റ മുകളിലോട്ടാണ്, എൻ കോസ് തീറ്റ മുകളിലോട്ടാണ്, താഴോട്ട് എം ജിയും എഫ് എസ് സൈൻ തീറ്റയും ഉണ്ട്. അപ്പൊ എൻ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റയാണ്. ഫ്രിക്ഷൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് മാക്സിമം ആകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താവും? സ്റ്റാറ്റിക് ഫ്രിക്ഷനും മാക്സിമം ആവും. സ്റ്റാറ്റിക് ഫ്രിക്ഷനും മാക്സിമം വാല്യൂ എത്രയാണ്? മ്യൂസ് എൻ ആണ്. അപ്പൊ നമ്മള് ഇവിടെയുള്ള ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനും എൻ സൈൻ തീറ്റയാണ് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബാങ്ക്ഡ് റോഡില് എഫ് എസ് കോസ് തീറ്റ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോമ്പണന്റ് ആയ എഫ് എസ് കോസ് തീറ്റയും നോർമൽ റിയാക്ഷന്റെ കോമ്പണന്റ് ആയ എൻ സൈൻ തീറ്റയുമാണ് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർഡ് ബൈ ആർ. എം വി സ്ക്വയർഡ് ബൈ ആർ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ എൻ കോസ് തീറ്റ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് മ്യൂ എസ് എൻ സൈൻ തീറ്റ നമ്മൾ എഴുതി. കാരണം എഫ് എസ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ് എൻ ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് മാക്സിമം ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? മ്യൂ എസ് എഫ് എസിന് മ്യൂ എസ് എൻ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് എൻ സൈൻ തീറ്റ എം ജി ആണ്. ഇവിടെയുള്ള മ്യൂ എസ് എൻ സൈൻ തീറ്റ ഇടത്തോട്ട് എടുത്തു. അപ്പൊ എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് എൻ സൈൻ തീറ്റ എം ജി ആണ്. ഇതില് മൈനസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എൻ ഉണ്ട്. അപ്പൊ എൻ കോമൺ ആണ്. എൻ പുറത്തേക്ക് വെച്ചു. എൻ ഇൻറ്റു കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് എൻ എന്താ എത്രയാണെന്ന് കിട്ടി? എൻ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടി. എൻ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ അവിടെ നിന്ന് കിട്ടി നമ്മുടെ രണ്ടാമത്തെ എൻ കോസ് തീറ്റ ഈക്വൽ എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ നിന്നാണ് നമുക്ക് ഈ എൻ കിട്ടി. ഈ എന്നിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? നമുക്ക് കിട്ടും ഇവിടെ എൻ സൈൻ തീറ്റ എന്നാണ്. എന്നിന്റെ വാല്യൂ എത്രയാണ്? എം ജി ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ആണ്. അതേപോലെ പിന്നെ ഇവിടെ വരുന്നതാണ് എഫ് എസ് കോസ് തീറ്റയാണ്. എഫ് എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മ്യൂ എസ് എൻ കോസ് തീറ്റ. എഫ് എസിന്റെ വാല്യൂ മ്യൂ എസ് എൻ ആണ്. അപ്പൊ അവിടെ രണ്ട് പേരെടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? നമുക്ക് ഈ ഇക്വേഷനാണ് കിട്ടുക. ഇനി അതിനുശേഷം നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എം കോമൺ ആണ്. അതുകൊണ്ട് എം കട്ട് ചെയ്തു പോകും. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? ജി സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് ടി കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ വി സ്ക്വയർഡ് മാക്സിമം ഡിവൈഡ് ബൈ ആർ ആണ്. ഇതിൽ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യും? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷനില് മുകളിലും താഴെയും നമ്മൾ 1 ബൈ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 1 ബൈ കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 ബൈ കോസ് തീറ്റ 1 ആയതുകൊണ്ട് നമ്മൾ ഈ മുകളിൽ 1 ബൈ കോസ് തീറ്റ കൊണ്ടും താഴത്ത് 1 ബൈ കോസ് തീറ്റ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരത്തിന് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഇക്വേഷന് മാറ്റൊന്നും വരില്ല. കാരണം 1 കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പർ തന്നെയാണ്. ഇപ്പൊ 1 ബൈ കോസ് തീറ്റ ബൈ 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. 1 ബൈ കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഈ ജി സൈൻ ഈ ഇക്വേഷനിൽ നിന്ന് ജി കോമൺ എടുത്ത് ജി പുറത്തേക്ക് വന്നു. ഈ 1 ബൈ കോസ് തീറ്റ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ അങ്ങനെ താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞത് നമ്മൾ കട്ട് ചെയ്ത് അപ്പൊ എന്തായി? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ 1 ആണ്. ഇവിടെ ബാക്കി മ്യൂ എസ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇവിടെ 1 കിട്ടിയത് എങ്ങനെയാണ്? കോസ് തീറ്റ ബൈ കോസ് തീറ്റ മ്യൂ എസ് ടാൻ തീറ്റ എടുത്ത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയിൽ നിന്ന് അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. ആർ അങ്ങോട്ട് കൊടുക്കുന്നു. വി സ്ക്വയർഡ് എന്നുള്ള സ്ക്വയർ മാറ്റാൻ വേണ്ടി റൂട്ട് വെക്കുന്നു. അപ്പൊ എന്താവും? വി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? ബാങ്ക്ഡ് റോഡിൽ മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡാണ്. ബാങ്ക്ഡ് റോഡിൽ മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് ഇതും
ലെവൽഡ് റോഡ് ആണെങ്കിൽ മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് ഏതാണ്? ഇതുമാണ്. അപ്പൊ ഇത് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാങ്ക്ഡ് റോഡിൽ കൂടെയാണ് നമുക്ക് കൂടുതൽ സ്പീഡിൽ പോകാൻ കഴിയാം. കാരണം മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വെറും മ്യൂസ് മാത്രമാണ് വരുന്നത്. ബാങ്ക്ഡ് റോഡിലാണ് കൂടുതൽ സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയും. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇവിടെ ഒരു സെന്റിമീറ്റർ ഫോഴ്സ്. സെന്റിമീറ്റർ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എഫ് എസ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റയുമാണ്. അപ്പൊ എഫ് എസ്